കേരള വിഷൻ ന്യൂസിന് പിന്നാലെ സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. റോഡുകളിലേക്ക് ഇറങ്ങുന്നത് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്ന പോലെയെന്ന് വിമർശനം. യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുറോട്ടിലേക്ക് പോകുന്നത്? ജീവൻ കിട്ടിയാൽ കിട്ടി, തിരിച്ചു വന്നാൽ വന്നു. സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം റോഡുകളും ഗതാഗത യോഗ്യമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്തെ റോഡുകളിൽ മഹാഭൂരിപക്ഷവും പൂർണ്ണ ഗതാഗത യോഗ്യമാണ്. സർ, ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. കുണ്ടും കുഴിയും നിറഞ്ഞ തൃശൂർ എടതിരുത്തിയിലെ കുട്ടമംഗലം അയ്യൻപടി റോഡ്. കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര തുടരുന്നു. നവാ കുഴിയടയ്ക്കാം. SFI വിമർശനത്തിൽ ബിനോയ് വിശ്വത്തിന് ആർഷോയുടെ മറുപടി. വലത് അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കരുത്. നേതാക്കൾ രാഷ്ട്രീയ പക്വത കാണിക്കണം. വഴിയിലിട്ട് കൊട്ടാനുള്ള ചെണ്ടയല്ല SFI എന്ന AK ബാലൻ. പിന്മാറാതെ ബിനോയ് വിശ്വം. SFI തിരുത്തുക തന്നെ വേണം. ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലേക്ക്. തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ആദ്യമായി ഒരു മലയാളി. തെരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടയം സ്വദേശി സാജൻ ജോസഫ്. കണ്ണമാലി ചെല്ലാനം പ്രദേശങ്ങളിലെ കടൽക്കയറ്റ പ്രശ്നം പരിഹരിക്കാത്തതിൽ വൻ പ്രതിഷേധം. തീരദേശപാത ഉപരോധിച്ച് നാട്ടുകാർ. റെട്രോ പാഡ് ഉൾപ്പെടെ ശാശ്വത പരിഹാരം വേണമെന്നാവശ്യം. ഡോക്ടർ വന്ദന കൊലക്കേസിൽ പ്രതി സന്ദീപിന് തിരിച്ചടി. വിടുതൽ ഹർജി ഹൈക്കോടതി തള്ളി. വിചാരണ കോടതി നടപടികൾ തുടരാമെന്നും കോടതി. തൃശൂർ കോർപ്പറേഷനിൽ കെട്ടിപ്പുടിയിട. പരസ്പരം പുകഴ്ത്തി മേയറും സുരേഷ് ഗോപിയും. രാഷ്ട്രീയം മറന്ന് വികസനം കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിയാണ് മേയർ എന്ന് സുരേഷ് ഗോപി. ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയെന്ന് MK വർഗീസ്. കോപ്പ അമേരിക്കയിൽ സെമി ബർത്തുറപ്പിച്ച അർജന്റീന. ക്വാർട്ടറിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി. അർജന്റീനയുടെ രക്ഷകനായത് ഗോൾ കീപ്പർ മാർട്ടിനസ്. യൂറോ കപ്പ് ക്വാർട്ടറിൽ ജർമ്മനി സ്പെയിനെയും പോർച്ചുഗൽ ഫ്രാൻസിനെയും നേരിടും.